ഇപ്പോഴത്തെ പുതിയൊരു ടെക്നോളജി വന്നിട്ട് ഹൈ ഡെൻസിറ്റി കൃഷി രീതിയാണ്. ഹൈ ഡെൻസിറ്റിയിൽ കൃഷി രീതിയിൽ ഞാൻ മാവ് കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് അൽഫോൺസ, ബംഗണപ്പുള്ളി, ഹിമാബസന്ത്, പിയൂർ, സിന്ദൂർ അങ്ങനെ കുറേ വെറൈറ്റികളാണ്. നമ്മൾ ഹൈ ഡെൻസിറ്റി ചെയ്യുമ്പോൾ വന്നിട്ട് നമ്മൾ സാധാരണ മാവ് കൃഷി ചെയ്യുമ്പോൾ ഒരേക്കറിൽ 60 എണ്ണം വെക്കാൻ പറ്റുള്ളൂ. ഡെൻസിറ്റി മാവ് കൃഷി ചെയ്യാന്ന് വെച്ചാൽ 600 എണ്ണം വെക്കാം. ഈ ഡെൻസിറ്റി മാവ് കൃഷി വെക്കുമ്പോൾ നമ്മൾ ചെടി തൊട്ടിട്ട് നമ്മൾ അത് വെച്ച് പരിപാലിക്കുന്ന നമ്മൾ വളരെ ശ്രദ്ധ വേണം. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മൾ കേരള തമിഴ്നാട് ബോർഡറിലാണ്. പ്ലാച്ചിമട, പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി പഞ്ചായത്തിലെ പ്ലാച്ചിമടയ്ക്കടുത്ത് കമ്പാലത്തറ എന്നുള്ള സ്ഥലത്താണ്. നിങ്ങൾക്ക് പല ആളുകൾക്കും പരിചിതനായ വ്യക്തിയാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. കൃഷ്ണനുണ്ണി ചേട്ടൻ നമ്മുടെ കർഷകശ്രീ, കർഷകോത്തമ അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. അതുമാത്രമല്ല, അതിലൊക്കെ ഉപരി നമ്മൾ നേരെ കൃഷ്ണനുണ്ണി ചേട്ടൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു കർഷകൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. ശരിക്കും നമുക്കിവിടെ വന്നപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പശുക്കളുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, അതോടൊപ്പം അദ്ദേഹത്തിന് മീൻ കൃഷിയുണ്ട്, മാവിൻ്റെ കൃഷിയുണ്ട്, തെങ്ങുണ്ട്, കമുങ്ങുണ്ട്, കൊക്കോയുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതും പരിപൂർണമായിട്ടും ജൈവമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ വളരെ നല്ല രീതിയിൽ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. എന്തായാലും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടെ ഉണ്ടാവുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. ചേട്ടാ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ കൃഷിയും എനിക്ക് പ്രധാനപ്പെട്ടതാണ്. നെല്ലാകട്ടെ, തെങ്ങാകട്ടെ, പശുവാകട്ടെ, ആടാകട്ടെ, കൊക്കോ, ജാതി, മീൻ, പഴവർഗ്ഗങ്ങൾ, കുരുമുളക്, ജാതി, അല്ല നേരത്തെ പറഞ്ഞു ജാതി, എല്ലാതരം വിളകളും എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വിളയാണ്. പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഈ പറഞ്ഞ നമ്മൾ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചെയ്യുന്നുണ്ടോ? അതെ, ഇവിടെ എല്ലാം ചെയ്യാറുണ്ട്. എല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ. അതല്ലേ. എത്ര കാലമായി നമ്മളുടെ ഇങ്ങനൊരു കൃഷി ഫീൽഡിലേക്ക്? ഞാൻ ഏകദേശം ഒരു 34 വർഷം, 35 വർഷത്തോളം ആയി ഞാൻ ഈ കൃഷി ഫീൽഡിലേക്ക് വന്നിരിക്കുന്നു. 35 വർഷമായിട്ടുണ്ട്. അച്ഛനായിട്ട് കൈമാറി വന്നതാണോ അതോ നമ്മൾ തന്നെയാണോ ഇതിൻ്റെ അടുത്ത്? അല്ല, നമ്മുടെ ഇത് വന്നിട്ട് നമ്മുടെ മുത്തശ്ശനായിട്ടുള്ള സ്വത്താണ്. അച്ഛൻ്റെ അച്ഛനായിട്ടുള്ള സ്വത്താണ്. ഏകദേശം ഒരു 18 ഏക്കറുള്ള സ്ഥലമുണ്ട്. എന്നാലും ആദ്യം നമ്മൾക്ക് കിട്ടുമ്പോൾ വന്നിട്ട് ഒരു 8 ഏക്കർ മാത്രമേ നെൽകൃഷി ചെയ്യാനുള്ള ഇതുള്ളൂ. ബാക്കി മുഴുവൻ പറമ്പ് കൃഷിയാണ്. പണ്ട് കടല, തേന, കമ്പ്, ചോളം, ചാമ, കാട്ടുകൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്ത്. അന്ന് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും വെള്ളത്തിന് എന്നെ സംബന്ധിച്ച് ഗ്രൗണ്ട് വാട്ടർ ഇല്ല. ഞാൻ കനാൽ വെള്ളത്തിനെ മാത്രം ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത്. കനാൽ വെള്ളം മാത്രമാണ് നമ്മുടെ കൃഷി? അതെ, അതിന് മാത്രം. ഇത് ഉടനീളം ഈ കനാൽ വെള്ളം കിട്ടുമോ? ഇല്ല, എനിക്ക് ഈ മാസം ഇതെന്നിട്ട് ഇനി മെയ്യിലാണ് നമ്മൾക്ക് ഇനി കനാൽ വെള്ളം, മെയ് ജൂണിലാണ് നമുക്ക് കനാൽ വെള്ളം വരുള്ളൂ. അതായത് മഴക്കാലത്ത് ആ സമയത്ത്. ഈ പ്ലാച്ചിമട മേഖലയിൽ ഇപ്പൊ ചേട്ടൻ ഇത്രയും വൈഡായിട്ട് കൃഷി ചെയ്യാം. ഏകദേശം ഒരു 18 ഏക്കറോളം കൃഷി ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് ഇതിനെ മറികടക്കുക? അതിനെ എന്നെ സംബന്ധിച്ച് എൻ്റെ കാർഷിക മേഖല എന്നെ സംബന്ധിച്ച് ഒരു വഴിതിരിവുണ്ടായത് 2009-2010 കാലഘട്ടങ്ങളിലാണ്. അന്ന് പെരുമാട്ടി ഗ്രാമപഞ്ചായത്തും പെരുമാട്ടി കൃഷിഭവനും പെരുമാട്ടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും കൂടെ ഒരു പ്രിസിഷൻ ഫാമിംഗ് ഒരു ടെക്നോളജി ഇവിടെ നടപ്പിലാക്കി. അന്നത്തെ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇന്നത്തെ ജലസേചന മന്ത്രിയും കൃഷ്ണൻകുട്ടിയേട്ടനാണ് അതിന് നേതൃത്വം നൽകിയത്. ഞങ്ങളൊരു 27 പേരും കൂടെ മുപ്പൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പോയി ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളിവിടെ കൊണ്ട് നടപ്പിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന ഈ പച്ചപ്പും ഇതൊക്കെ ഉണ്ടാകാൻ കാരണം. അതിന് യഥാർത്ഥത്തിൽ ആ പദ്ധതി എന്തായിരുന്നു? എങ്ങനെയാണ് അതിൻ്റെ? കുറച്ച് വെള്ളം കൊണ്ട് കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുക എന്നുള്ളൊരു ടെക്നോളജിയാണ്. നമുക്ക് ചേട്ടൻ്റെ ഫാമിൽ ഒന്ന് നടന്നു നോക്കിയാലോ? വിരോധമില്ല, കാണാൻ. പിന്നെ അതിലുപരി ഞാൻ വന്നിട്ട് എനിക്കൊരു 10-15ഓളം പശുക്കളുണ്ട്. നാടൻ പശുക്കളുണ്ട്, ഗിറുണ്ട്, സഹിവാളിയുണ്ട്, ഒരു ക്രോസ് സഹിവാളിയുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം ഒരു ബയോഗ്യാസ് ഉണ്ട്, മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്. ഈ ബയോഗ്യാസിലെ സ്ലറിയാണ് ഡയറക്റ്റായിട്ട് കുളത്തിലേക്ക് പോകുന്നത്. അത് 1 ഏക്കർ സ്ഥലം ഡയറക്റ്റ് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആ വെള്ളമാണ് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അതിലാണ് ഞാൻ മീനും വളർത്തുന്നത്. ഈ 1 ഏക്കറുള്ള സ്ഥലം വന്നിട്ട് ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കൂടിയാണ്. എൻ്റെ ഈ പറമ്പിൽ 10 ഏക്കറുള്ള സ്ഥലത്തിലെ വെള്ളം മുഴുവൻ ആ കുളത്തിലാണ് പോയി ചേരുന്നത്. അതെ, ഇതന്നെ കുളം ഇവിടെ കാണുന്നത് തന്നെയാണ്. നമ്മൾ ആദ്യം ഞാൻ പറയാം, നമ്മളെ പാലക്കാട്ടുകാരനെ സംബന്ധിച്ച് പറയുന്നത് ഏറ്റവും ബേസ് വന്നിട്ട് നെല്ലാണ്.
എനിക്കിവിടെ ഒരു 8 ഏക്കറോളം നെൽകൃഷിയുണ്ട്. സീസണിൽ വന്നിട്ട് ഇപ്പോൾ ഹാർവസ്റ്റ് ചെയ്തതാണ്, ചളിയിൽ അടിച്ചിട്ടിരിക്കുകയാണ്. ചളിയിൽ അടിക്കാൻ കാരണം വന്നിട്ട് നമ്മൾ അടുത്ത ക്രോപ്പ് നെല്ല് വിത്ത് മാറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ക്രോപ്പ് വന്നിട്ട് നമ്മൾ മണിരത്ന വന്നിട്ട് ഷോർട്ട് ഡ്യൂറേഷൻ വിത്താണ് ചെയ്തിരിക്കുന്നത്. മണിരത്ന അതിപ്പോൾ ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഇതിനടുത്ത ഫസ്റ്റ് ക്രോപ്പിലേക്ക് വന്നിട്ട് നമ്മൾ ഉമാ വിത്ത് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുകയാണ്. മണ്ണൂത്തില്ല റോസ്മേരി മേഡമാണ് അതിൻ്റെ ഉള്ള നമ്മൾക്ക് ഈ വിത്തിൻ്റെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കണം പ്രൊഫസർ. ഒരു സീസണിൽ ഏകദേശം ഒരു 20 ടണ്ണോളം നെല്ല് ഞാൻ ഒരു വർഷത്തിൽ കൊടുക്കാറുണ്ട്. ചേട്ടാ ഇനി നമുക്ക് ചേട്ടൻ്റെ കപ്പ കാണാം അല്ലേ? ഇത് ശരിക്കും എത്ര സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കപ്പ? ഏകദേശം ഒരു 1 ഏക്കറോളം സ്ഥലത്ത് കപ്പ വെച്ചിട്ടുണ്ട്. ഇത് വന്ന് കൊലരാമൻ വെറൈറ്റിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപയോളം കിട്ടി. ഈ പ്രാവശ്യം ഒന്നും കിട്ടില്ല. കൊലരാമൻ അതൊരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റിയാണ്. 10 മാസമാണ് അതിൻ്റെ ഡ്യൂറേഷൻ. അത് കഴിഞ്ഞ് നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാം. മാവ് കെട്ട് കൂടുതലാണ്, നല്ല ഭക്ഷണത്തിന് നല്ല രുചിയുള്ളതാണ്. അതെ നല്ല മാവ് ഉള്ളതാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര നഷ്ടമാണ്. ഇപ്പോൾ ചോദിക്കും 2 രൂപ 3 രൂപയ്ക്കൊക്കെയാണ് കപ്പ ചോദിക്കുന്നത്. ആർക്കും വേണ്ട കപ്പ, വാങ്ങാനാളില്ല. പക്ഷെ അവർ വിൽക്കണവർ 20-25 രൂപയ്ക്ക് വെക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ പുതിയൊരു ടെക്നോളജി വന്നിട്ട് ഹൈ ഡെൻസിറ്റി കൃഷി രീതിയാണ്. ഹൈ ഡെൻസിറ്റിയിൽ കൃഷി രീതിയിൽ ഞാൻ മാവ് കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് അൽഫോൺസ, ബംഗനപ്പുള്ളി, ഹിമാബസന്ത്, പിയൂർ, സിന്ദൂർ അങ്ങനെ കുറേ വെറൈറ്റികളാണ്. നമ്മൾ ഹൈ ഡെൻസിറ്റി ചെയ്യുമ്പോൾ വന്നിട്ട് നമ്മൾ സാധാരണ മാവ് കൃഷി ചെയ്യുമ്പോൾ 1 ഏക്കറിൽ 60 എണ്ണം വെക്കാൻ പറ്റുള്ളൂ. ഡെൻസിറ്റി മാവ് കൃഷി ചെയ്യാന്ന് വെച്ചാൽ 600 എണ്ണം വെക്കാം. ഈ ഡെൻസിറ്റി മാവ് കൃഷി വെക്കുമ്പോൾ നമ്മൾ ചെടി തൊട്ടിട്ട് നമ്മളത് വെച്ച് പരിപാലിക്കുന്ന നമ്മൾ വളരെ ശ്രദ്ധ വേണം. ചെടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ബഡ് ഇങ്ങനെ ഉള്ള ബഡാണ് നമ്മൾ എടുക്കേണ്ട ചെടി. അല്ലാണ്ട് ഈ സൈഡ് ബഡുള്ളത് എടുക്കാൻ പാടില്ല. അതെടുത്തിട്ട് നമ്മൾ ഒരു 60-80 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ 1 അടി വരുമ്പോൾ നമ്മളത് പ്രൂൺ ചെയ്യണം. ഈ 1 അടി പ്രൂൺ ചെയ്തിട്ട് അതിന് വരുന്ന ബ്രാഞ്ചസിന് 3 എണ്ണം നിർത്താൻ പാടുള്ളൂ. അപ്പം അങ്ങനെ നിർത്തിയിട്ട് നമ്മളുടെ ഒരു മാക്സിമം ഒരു 10 അടി 12 അടി ഹൈറ്റിൽ കൊണ്ട് നിർത്തിയിട്ട് അതിനെ പ്രൂൺ ചെയ്ത് കൊണ്ട് നിർത്തണം. ഇതിപ്പോ എത്ര പ്രായമായിട്ടുണ്ടോ? ഇത് ഏകദേശം ഒരു 4-5 വർഷമായിട്ടുണ്ട് പ്രായമായിട്ടുണ്ട്. 5 വർഷം പ്രായമായിട്ടുള്ള ഒരു മാവാണ്. അതെ. ഇത് ഇനിയിപ്പോ ഇതിന്റെ ഏകദേശം മുകളിൽ ഈ ഹൈറ്റേ ഉള്ളൂ. അതെ. ഇനി ഇതിന്റെ ഈ ഇലകൾക്ക് വീണ്ടും പ്രൂൺ ചെയ്ത് നമ്മൾ ഇനിയിപ്പോ വന്നിട്ട് നമ്മൾ ഇതിന്റെ ഇടയിൽ വന്നാൽ ഈ ബ്രാഞ്ചസ് ഇങ്ങനെയുള്ളതൊക്കെ പ്രൂൺ ചെയ്ത് കളയണം. ഈ തിക്ക് മുഴുവൻ കളയണം. ഈ ഇങ്ങനെയുള്ള പടർപ്പ് മുഴുവൻ കളഞ്ഞിട്ട് ഒരു 3-4 അങ്ങനെ മാത്രം നിർത്തണം. ഇത് മുഴുവൻ അൽഫോൺസയാണ്. എത്ര തൈകളുണ്ട് ഇതില്? ഇതിൽ ഒരു 150 തൈയുണ്ട്. നമ്മൾ വെക്കുന്നത് വന്നിട്ട് നോർത്ത് സൗത്ത് വന്നിട്ട് 10 അടി വെച്ചിട്ടുണ്ട്. ഈസ്റ്റ് വെസ്റ്റ് വന്നിട്ട് 8 അടി ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. നോർത്ത് സൗത്ത് ഇങ്ങനെ വെക്കാൻ കാരണം വന്ന് നമ്മൾ എയർ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതെ. പറമ്പിലൂടെ നടക്കുന്ന യാത്രകൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് പല ഭാഗങ്ങളിലായിട്ട് തേങ്ങ കൂട്ടിയിട്ടുണ്ട്. അത്യാവശ്യം തേങ്ങ നമുക്ക് കിട്ടാറുണ്ടോ? എത്ര തെങ്ങ് ഉണ്ട്? കായ്ഫലമുള്ളത് ഒരു ടോട്ടൽ തെങ്ങ് വന്നിട്ട് 600 എണ്ണം ഉണ്ട്. കായ്ഫലം തരുന്നത് വന്നിട്ട് ഒരു 450 എണ്ണം ഉള്ളൂ കായ്ഫലം തരുന്നത്. ശരാശരി ഒരു 5000-6000 നാളികേരം നമ്മൾക്കൊരു 40 ദിവസം കൂടുമ്പോൾ കിട്ടാറുണ്ട്. അതേപോലെ ഒരു വർഷത്തിൽ നമുക്ക് 6 പ്രാവശ്യം 7 പ്രാവശ്യമായിട്ട് വെട്ടാറുണ്ട്. പിന്നെ എൻ്റെ തെങ്ങിൻ്റെ പ്രത്യേകത വന്നിട്ട് മുഴുവൻ നാടൻ വെറൈറ്റിയാണ്. ഞാൻ തടം തുറന്നിട്ട് ഏകദേശം ഒരു 15 വർഷമായി. അപ്പോൾ ശരിക്കും അതിന് വളം കൊടുക്കാനൊക്കെ എന്താ ചെയ്യുന്നത്? ഞാൻ തടം തുറക്കാറില്ല, വേര് നശിപ്പിക്കാറില്ല. തടത്തിൻ്റെ ചുറ്റും നോക്കിയാൽ അറിയാം മുഴുവൻ പൊതയിട്ടിട്ടുണ്ട്. എപ്പോഴും പൊതയായിരിക്കും. ഈ പൊതൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ ചാണകമോ കമ്പോസ്റ്റോ കോഴിവളോ മണ്ണിര കമ്പോസ്റ്റ് ഇതെല്ലാം അത് ഇടുകയാണ്. അതാണ് ചെയ്യുന്നത്. അല്ലാണ്ട് തെങ്ങിൻ്റെ തടം തുറന്നിട്ടുള്ള ഇന്ന് വരെ തെങ്ങിൻ്റെ തടം വേര് പൊട്ടിച്ചിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മൾ തെങ്ങിൽ വന്നിട്ട് ഞാൻ രാസവളം ചെയ്യില്ല, കീടനാശിനി പറമ്പിലടിക്കില്ല, കളനാശിനി ഉപയോഗിക്കില്ല. പിന്നെ മുഴുവൻ പൊതയിടുകയാണ്. മണ്ണിര കമ്പോസ്റ്റും ജൈവ വളങ്ങൾ കോഴിവളോ ആട്ടുവളോ അങ്ങനെ ചാണകം ഇങ്ങനെയുള്ളതാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ നമ്മൾ ഈ തെങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഇടവള വന്നിട്ട് കൊക്കോ ആണ്. കൊക്കോ എന്താണ് പറഞ്ഞാൽ നമ്മൾക്ക് വരുമാനം കിട്ടിയില്ലെങ്കിലും തെങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അത് പറയാൻ കാരണം ഇതിൻ്റെ ഫ്രൂട്ട്സ് വരുമ്പോൾ മലയണ്ണാനാകട്ടെ മരപ്പട്ടിയാകട്ടെ അണ്ണയാകട്ടെ എലിയാകട്ടെ ഈ പഴങ്ങളിൽ മാത്രമാണ് അതിന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ തെങ്ങിനെ നമ്മൾ നശിപ്പിക്കില്ല. പിന്നെ അതുകൊണ്ട് കൊക്കോ ഇടവളയെ ചെയ്യുമ്പോൾ നമ്മൾ തെങ്ങിൻ തോട്ടത്തിന് വന്നിട്ട് വെയിൽ കൊള്ളാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഇല മുഴുവൻ മൾച്ചിങ്ങും ആവും.
ചില ചെടികൾക്ക് വന്ന് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഡയറക്റ്റായിട്ട് എടുക്കാൻ സാധിക്കില്ല. ചില പ്രോട്ടീൻസ് എടുക്കാൻ സാധിക്കാണ്ടിരിക്കുമ്പോൾ ഈ മൾച്ചിങ് ആകുമ്പോൾ ഇതിന്ന് മണ്ണിൽ നിന്ന് എടുത്തിട്ട് ഇലയിൽ കൊണ്ടുപോയിട്ട് അത് വീണ്ടും മണ്ണിൽ അലിഞ്ഞു ചേരുമ്പോൾ ആ വേര് പെട്ടെന്ന് വലിച്ചെടുക്കാനുള്ള ഒരു പ്രവണതയുണ്ടാവും. അപ്പം അതും കൂടെ നമ്മൾക്ക് ഈ കൊക്കോ വെച്ചതുകൊണ്ട് ഗുണമാണ്. ഈ കൊക്കോ ചെയ്യുമ്പോൾ, ഇടവളയെ ചെയ്യുമ്പോൾ ഈ മരപ്പട്ടി അണ്ണാൻ്റെയും എലിൻ്റെയും ഒക്കെ ഇതിൽ വന്ന് ഇതാകും. പക്ഷേ ഇത് മുഴുവൻ അണ്ണ എലിയും കടിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത പഴമാകുമ്പോൾ കടിച്ചാൽ നമുക്കത് മുഴുവൻ ചോട്ടിലിടും, നമുക്കത് ചോട്ടിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും. ഒരു നാളികേരം വേണം എൻ്റെ പറമ്പിൽ നിന്ന് അണ്ണയോ മരപ്പട്ടിയോ ഒന്നും കൊണ്ടുപോകാറില്ല. അങ്ങനെയാണ്. അതെല്ലാം ഉണ്ട് തന്നെ, ഇതെല്ലാം അത് കടിച്ചതാണ്. പക്ഷെ ഇതിന്റെ ഫ്രൂട്ട്സ് എല്ലാം നിലത്ത് വീഴും, നമുക്കത് കളക്ട് ചെയ്യാം. ഇവിടെ സദാസമയം കണ്ടോ വെള്ളം ഒലിച്ചു വരുന്ന ഒരു ഇത് കാണുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം വന്നിട്ട് ഇതാണ് എൻ്റെ വാട്ടർ സോഴ്സ്. ഇത് പറമ്പിക്കുളത്ത് നിന്ന് വരുന്ന വെള്ളവും മഴ പെയ്താൽ ഈ ചാലിൽ വെള്ളം വന്നിട്ട് എനിക്കൊരു 1 ഏക്കറോളം സ്ഥലത്ത് മീൻ വളർത്താവുന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് വന്ന് സ്റ്റോറേജ് ആകും. എല്ലാ വെള്ളവും ഈ 10 ഏക്കർ സ്ഥലത്ത് 18 ഏക്കറയിൽ വന്നിട്ട് 1 ഏക്കർ കുളമാണ്. ആ 10 ഏക്കർ സ്ഥലത്തിലുള്ള പറമ്പിലെ വെള്ളം മുഴുവൻ എൻ്റെ ഈ കുളത്തിലാണ് വന്ന് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ എങ്ങനെയാ വെള്ളത്തെ ഒരുമിച്ചിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നത്? ആ ഒരു സിസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. പറമ്പിന്റെ ബൗണ്ടറി ചുറ്റും ചാലെടുത്തിട്ട് ഈ മഴ പെയ്ത വെള്ളം മുഴുവൻ ഇതിൽ വരാനുള്ള ഒരു സിസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അതിന്റെ പുറമേ വന്നിട്ട് ബയോഗ്യാസ് എനിക്കുണ്ട്. അതിൽ സ്ലറിയും വന്നിട്ട് ആ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള സിസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കുളത്തിലാണ് ഞാൻ മീൻ വളർത്തുന്നത്. ആ വെള്ളമാണ് ഞാൻ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പൊ കനാൽ വെള്ളത്തിന് കുറേ ലീക്കേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ, നമ്മൾക്ക് മാത്രമല്ല, പാലക്കാട് ജില്ലേൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത പറമ്പിക്കുളം വെള്ളമാണിത്. ഇവിടുത്തെ എല്ലാ കൃഷിക്കാർക്കും ഈ വെള്ളം ഉപയോഗിക്കും. അതെ, ഇതാണ് നമ്മുടെ കുളം. ഇത് മത്സ്യ വളർത്തലിൻ്റെ ഒരു ഇതാണ്, മലമ്പുഴൻ്റെ ഫിഷറീസിൻ്റെ ആയിട്ട് ഞങ്ങൾ. അതെ 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 അതെ, ഈ വെള്ളമാണ് ഞാൻ പറഞ്ഞത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. കനാൽ വെള്ളം ഇറക്കാം, ബയോഗ്യാസിന്റെ സ്ലറിയും ഇതിൽ കൊണ്ട് ഇറക്കാം. എല്ലാം ഇതിലാണ് വരുന്നത്. ഈ വെള്ളത്തിലാണ് നമ്മൾ മത്സ്യം വളർത്തുന്നത്. ഈ മത്സ്യത്തിന്റെ വേസ്റ്റും ഇതിന്റെ വെള്ളത്തിൻ്റെതും എല്ലാമാണ് കൃഷിക്ക് പോണത്. വർഷത്തിൽ 2 പ്രാവശ്യം പിടിക്കും. 2 പ്രാവശ്യം പിടിക്കും. ഒരു ആവറേജ്. അതെ അതെ, ആമീൻ്റെ. ഏതൊക്കെ മീനാണ് ഇതിൽ മൃഗാല, കട്ട്ല, രോഹു, പിന്നെ തിലോപ്പിയുണ്ട്. എല്ലാം ഉണ്ട്. അതെ, എല്ലാം ഒരുമിച്ചുണ്ട്. 1 ഏക്കറോളം സ്ഥലമുണ്ട്. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഈ ബയോഗ്യാസിന്റെ പ്ലാന്റിന്റെ നമ്മൾക്ക് എന്താണ് ഗുണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്ന് പോണ സ്ലറിയാണ് കുളത്തിലേക്ക് പോയിട്ട് കുളത്തിലെ മീൻ വളരാനും വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഈ കാണുന്നത് ഡ്രൈനേജിലൂടെ പോയിട്ട് നേരെ കാണുന്ന ഇതാ ഇപ്പൊ നേരിട്ട് കാണുന്ന ആ കുളത്തിലേക്ക് ഈ വെള്ളം പോയിരുന്നു. ഇത് വന്നിട്ട് നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു മാവ് കൃഷിയാണ്. അല്ലല്ല, നമ്മളിപ്പോ നാട്ടിൽ പണ്ട് കാലത്ത് ചെയ്തു വരുന്ന ഒരു സിസ്റ്റമാണ്. 1 ഏക്കറിൽ ഒരു 60 എണ്ണം വെക്കാനുള്ള ഇതാണ്. 600 എണ്ണം വെക്കാം. ഹൈ ഡെൻസിറ്റി ആകുമ്പോൾ 600 എണ്ണം വെക്കാം. ഇത് 1 ഏക്കറിൽ 60 എണ്ണം വെക്കാം. ഈ 60 എണ്ണം ഹൈ ഡെൻസിറ്റി കൊണ്ട് എന്താ നമുക്കൊരു ഗുണം പറഞ്ഞാല്, 600 എണ്ണം വെക്കുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇതാകുമ്പോൾ വന്നിട്ട് കേരിയൊക്കെ പറിക്കാം, ആള് കേരി. ഇതൊരു പെണ്ണുണ്ടെങ്കിൽ നമുക്ക് മുഴുവൻ വണ്ടി വീൽ ബെയർ എന്തെങ്കിലും വണ്ടി എന്തെങ്കിലും കൊണ്ട് നിർത്തി മുഴുവൻ ഹാർവെസ്റ്റ് ചെയ്യാം. അത് വന്നിട്ട് അതിൽ ക്വാളിറ്റി തിരിച്ചിട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് ആദ്യത്തെ പ്രായത്തിൽ ഉണ്ണിമാങ്ങയും കണ്ണിമാങ്ങയും കറിമാങ്ങയൊക്കെ ആയിട്ട് വരിക്കാം. അതിൽ വെറൈറ്റി തിരിച്ച് നിർത്താം. നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് നിർത്താം. എക്സ്പോർട്ട് ക്വാളിറ്റി നിർത്താം. 1-2 മാങ്ങ നിർത്താം പഞ്ചിൽ, ഒരു കൊലയിൽ. ഇതിലങ്ങനെയല്ല, നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇത് മോളിൽ കയറി പറിക്കണം. ഇത് അങ്ങനെ ഒരു ഇതുണ്ട്. ഇത് വന്നിട്ട് മൂവാണ്ടൻ പറഞ്ഞിട്ട് വെറൈറ്റിയാണ്, നാടൻ വെറൈറ്റിയാണ്. അതെ അതെ, ഈ തൈ അത് നമ്മൾ ഒരു ഏക്കറോളം സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-300 തൈ വെച്ചിട്ടുണ്ട്. അതെല്ലാം കായ്ഫലമായിട്ടുണ്ട്. അതും തെങ്ങിന്റെ ഇടയിലും വെച്ചിട്ടുണ്ട്. ഇന്റർക്രോപ്പായിട്ടും മൂവാണ്ടൻ വെച്ചിട്ടുണ്ട്. നാടൻ വെറൈറ്റി. ഇത് അത്യാവശ്യം നല്ല മാർക്കറ്റിലുള്ള സാധനമാണല്ലോ. ആവറേജ് ഒരു 30 രൂപ വെച്ചിട്ട്. ഇത് അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കായച്ചെടിയാണ്. സാമ്പാറിനും രസത്തിനും സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ടാവുക പോലെ. ശരിക്കും ഇതിന്റെ കാറയാണോ ചേട്ടാ? അതെ, ഇതിന്റെ പാലാണ് നമുക്ക് എടുക്കുക. എത്ര കാലം കഴിയണോ അത്? ഇത് കുറച്ച് സ്ട്രോങ്, നമ്മൾ റബ്ബർ പാൽ എടുക്കും പോലെയാണ് എടുക്കേണ്ടത്. ജാതിയൊക്കെ നമ്മള് വിളവെടുപ്പ് തുടങ്ങിയോ? ജാതിയൊക്കെ വിളവെടുക്കാറുണ്ട് അല്ലേ? എല്ലാ വർഷവും നല്ല ഈൽഡ് കിട്ടാറുണ്ട്.
അത്യാവശ്യം കായും ഇപ്പൊ കായ്ഫലമുള്ളത് വന്നിട്ട് ഒരു 10-25 ജാതി 10-15 ജാതിയുള്ള ഒരു വർഷത്തിൽ നമുക്ക് വന്നിട്ട് 10-60,000 രൂപന്റെ ജാതിപത്രിയും ജാതിപ്പരിപ്പായിട്ട് കിട്ടാറുണ്ട് അല്ലേ ചേട്ടാ? ഈ ചക്കയ്ക്കൊക്കെ ഭയങ്കര നീളം ഉണ്ടല്ലോ. ഇത് വന്നിട്ട് ഒരു 50 കിലോ 60 കിലോ വരെ വരും. ഒരാൾ ഒരു 5 അടി ഹൈറ്റ് വരും. ഇതിന് വള്ളിച്ചക്ക എന്നാ പറയാ. ഭയങ്കര ടേസ്റ്റാ. അത്രയും ഒരാളെ ഹൈറ്റ് വരും. വരും വരും വരും. ഭയങ്കര നല്ല മുഴുപ്പാവും. നല്ല നീളം വരും. ഇത്ര എന്റെ എത്ര ഹൈറ്റ് വരുത്. അതല്ലേ? നമ്മൾ തേനീച്ച വളർത്താറുണ്ട്. നമ്മൾ പറമ്പിൽ തേനീച്ച വെക്കുന്ന ഏറ്റവും നല്ലതാണ് തെങ്ങ് കൃഷിക്ക്. കാരണം പോളിനേഷന് ഏറ്റവും നല്ലതാണ്. അതെ. നമ്മൾക്ക് നമ്മുടെ ചെറുതേനാണ്. ചെറുതേൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതെ, ചെറുതേൻ മാത്രം. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ളതല്ലേ? നമ്മൾ ആവശ്യത്തിനുള്ള തേനും കിട്ടും. തേനും കൊടുക്കാറുണ്ട്. തേന് കിട്ടാറുണ്ട്, അത് കൊടുക്കാറുണ്ട്. ഇവിടെയാണോ നമ്മളുടെ പശുക്കളെ? അതെ അതെ. പശുക്കളൊക്കെ നാച്ചുറൽ ആയിട്ട് ഒക്കെ പുറത്ത് തന്നെയല്ലേ? അതെല്ലാം പുറത്ത് തന്നെയാണ് എല്ലാവരും കേട്ടാറ്. കാളകളാണല്ലോ. അതെ, ഇത് വന്ന് കാങ്കയം കാള അല്ലേ? റൈഡ് ചെയ്യാനും ഉപയോഗിക്കാനും നില ഉഴുതാനും ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. കാളകൾ തമിഴ്നാട്ടിലെ പോലെ തന്നെ ഇവിടെ അത്യാവശ്യം വിറ്റ് പോവുകയും ചെയ്യും. അതെ അതെ, ഇവിടെ നമ്മളെ റൈഡിന് വേണ്ടി ആൾക്കാർ വാങ്ങാറുണ്ട്. ഇത് ഇവർക്ക് തീറ്റയ്ക്കായിട്ട് ഉണ്ടാക്കിയ. അതെ അതെ അതെ. ഇപ്പൊ എത്ര നാടൻ പശുക്കളുണ്ട് ചേട്ടാ? ഒരു പശു, പിന്നെ 4 ബുള്ളും, പിന്നെ ഇത് 4 കാളകൾ അല്ലേ? 4 കാളകൾ. ഇതൊക്കെ തമിഴ്നാട്ടിൽ തന്നെയാണോ വാങ്ങിയത്? അതെ, ഇത് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങി. ഇത് വന്നിട്ട് ഒരു 12 മാസമായ കുട്ടിയാണ് ഇതില്ലേ? ഓ, ഒരു വയസ്സായിട്ടുള്ളൂ അപ്പൊ. അത്ര അല്ലേ? അപ്പൊ ചെറിയ കുട്ടിയെ കൊണ്ടുവന്നാണോ? അല്ല, പശുവിന്റെ കുട്ടിയാണ്. അതല്ലേ? അതെല്ലാം വാങ്ങിയതാ. അതല്ലേ? ഇവരെല്ലാം വാങ്ങിയതല്ലേ? ഇത് ഇവിടെ ഇങ്ങനെ നാടൻ മറ്റേ ഗിറ് നിൽക്കുന്നുണ്ടല്ലോ. അതെ അതെ, ഗിറ് ഞാൻ വാങ്ങിയതാ. ഗിറ് സഹിവാൾ. ഇത് സഹിവാള് അല്ലേ? ചേട്ടാ, ഹൈബ്രിഡ് പശുക്കൾ എത്ര ഉണ്ട്? ഹൈബ്രിഡ് പശുക്കൾ, കറവ പശുക്കൾ ഒരു 4 ഉണ്ട്. കറവ പശു 4 ഉണ്ട്. ഹൈബ്രിഡ് പറഞ്ഞ HF അല്ല, നമ്മുടെ നാട്ടിൽ പറ്റുണ്ടായ ജേഴ്സി ഇനത്തിൽപ്പെട്ടതാണ്. ഒക്കെ നാട്ടിൽ അങ്ങനെ ഒരുപാട് ഇതല്ല, ഒരു മീഡിയം ലെവലുള്ള പശുക്കളാണ്. അത് കൂടുതൽ ഇതാകുമ്പോൾ നമ്മൾ ക്ലൈമറ്റ് ഒക്കെ മാറുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അകട് വെക്കാം, പനി, ക്ഷീണം. നമ്മൾ ഏകദേശം നമുക്ക് എത്ര ഒരു ദിവസം എത്ര ലിറ്റർ പാല് കിട്ടും? ഇപ്പോൾ എൻ്റെ പശുക്കളൊക്കെ പ്രസവിച്ചിരിക്കുന്ന സമയത്ത് ഒരെണ്ണത്തിന് 10 ലിറ്റർ പാല് കാലത്ത് കിട്ടാറുണ്ട്. എല്ലാ പശുക്കളെയും ഇങ്ങനെ തുറസായിട്ട് തന്നെയാണോ ചേട്ടാ? കൈ കൊണ്ട് തന്നെ നമ്മൾ കറക്കുക? അതെ അതെ, മെഷീനൊന്നുമില്ല. കാലത്ത് ഞാൻ കറക്കും. രാവിലെ പുലർച്ചെ 4 മണിക്ക്. ഉച്ചയ്ക്ക് അവർ ലേബേഴ്സ് വരുമ്പോൾ അവർ കറന്നെടുക്കും അല്ലേ? ഇത് നമ്മുടെ കാങ്കയം അല്ലേ? അതെ, ഇത് കാങ്കയം പശുവാണ്. പശു ഇത് തമിഴ്നാട്ടിൽ തന്നെയാണോ വാങ്ങിയത്? അതെ, തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതാണ് ഇപ്പൊ പറയുന്നത് A2 മിൽക്ക്. ഇതിന്റെ പാലിന്റെ അളവ് വന്നിട്ട് ഒരു പശുവിന് വന്ന് 3 ലിറ്റർ 4 ലിറ്റർ ഒക്കെ മാക്സിമം കിട്ടും. കാങ്കയത്തിന് 4 കിട്ടുന്നുണ്ട് അല്ലേ? 3 ലിറ്റർ 4 ലിറ്റർ. നല്ല പശുവാണെങ്കിൽ 4 ലിറ്റർ കിട്ടും. അതെ. ഇതിനത്ര കിട്ടില്ല. ഇതിന് 1.5 ലിറ്റർ 2 ലിറ്റർ പാലേ കിട്ടുള്ളൂ. ചേട്ടാ, എത്ര കോഴികളുണ്ട് നമുക്ക്? കോഴി വെറൈറ്റി ഒരു 5-6 വെറൈറ്റി ഉണ്ട്. പോരുകോഴികൾ ഒരു 50-ൽ പരം കോഴികളുണ്ട്. ഗൂസ് ഉണ്ട്, ഗിനി ഉണ്ട്, ബെഗോവയുണ്ട്, ഫ്ലൈൻ ഡക്ക് ഉണ്ട്, ടർക്കി ഉണ്ട്. അതെല്ലേ? ഇത് ശരിക്കും നമ്മളെ ഇവിടുന്ന് ഇപ്പൊ ചേട്ടന്റെ അടുത്ത് വന്ന് ആളുകൾ വാങ്ങിക്കൊണ്ട് പോകും. നിറയെ ആൾക്കാർ വാങ്ങാം. ഇതിന്റെ മുട്ടയൊക്കെ സെയിൽ ചെയ്യാറുണ്ടോ? മുട്ടയല്ല കൊടുക്കാറില്ല, കോഴിയാണ് കൊടുക്കാറുള്ളത്. കോഴിയെ അല്ലേ? ഇത് എന്ത് ചെമ്മരി ആടാണോ? മയിലുംപാടി തമിഴ്നാട് വെറൈറ്റി ആടുകളാണ്. കുറുമ്പ അതല്ല, മേച്ചിലാടിന്റെ അല്ല, ഇത് മധുര സൈഡുള്ള ആടിനാണ്. ഇത് വന്നിട്ട് കുറുവാൻ കൊടുക്കാനൊക്കെയാണ് ഏറ്റവും കൂടുതൽ, ബിരിയാണിക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് പോണത്. ഇതിന്റെ ഇറച്ചി ഭയങ്കര വില കൂടുതലാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളൊക്കെ എന്തൊക്കെയാണ്? എന്നെ സംബന്ധിച്ച് ഇവിടെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് വന്നിട്ട് 2009-2010 കാലഘട്ടങ്ങളിൽ ബ്ലോക്ക് തലത്തിൽ ഏറ്റവും നല്ല കർഷകനുള്ള ഒരു അവാർഡ് കിട്ടി. 2009 കാലഘട്ടത്തിൽ. അതിനുശേഷം 2014-15-16 കർഷകോത്തമ അവാർഡ് കിട്ടിയത്. ആ വർഷം തന്നെയാണ് ഇൻഫോസിന്റെ ജില്ലാ അവാർഡ്, ജൈവ കർഷകനുള്ള ജില്ലാ അവാർഡ് കിട്ടിയത്. 2019 നമ്മൾക്ക് ടാറ്റ വയറോന്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ടാറ്റ വയറോന്റെ ജൈവ കർഷകനുള്ള സ്റ്റേറ്റ് അവാർഡ്. 2020 കർഷകശ്രീ അവാർഡ് കിട്ടിയത്. കർഷകശ്രീ അവാർഡ്. അതെ.
2020 അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ അല്ലേ? അതെ അതെ, കർഷകശ്രീ അവാർഡ് കിട്ടി. അപ്പോൾ നമ്മൾ കൃഷ്ണനുണ്ണി ചേട്ടൻ്റെ വീഡിയോ കണ്ടു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നോക്കൂ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നതെല്ലാം തന്നെ പ്രകൃതി സൗഹാർദ്ദമായിട്ട്, യാതൊരു കൃത്രിമത്വവും ഇല്ല, യാതൊരു ജാടയുമില്ല, എല്ലാം സത്യസന്ധമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരിലേക്കും നമ്മളെ ഈ വീഡിയോ എത്തിക്കുക. കാരണം എന്താ വെച്ചാൽ കൃഷ്ണനുണ്ണി ചേട്ടനെ പോലെയുള്ള യഥാർത്ഥ കർഷകർ തന്നെയാണ് നമുക്ക് ലോകം ഒട്ടാകെ അറിയേണ്ടത്. മലയാളികൾക്കിടയിൽ ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങൾ നമുക്ക് എന്നും നമ്മുടെ മുഖമുദ്ര തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതുവരെ തന്ന സപ്പോർട്ടോടു കൂടി കൂടെ ഉണ്ടാവുക. ഓർഗാനിക് കേരളത്തിൻ്റെ അടുത്തൊരു വീഡിയോയിൽ ഒട്ടും വൈകാതെ